ഇവിടെ വിറ്റ്നസ് ചെയ്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നല്ല കൈഡി നൽകി തന്നെ ഇതിന്റെ ഭാഗമാകാം അല്ലേ? They deserve a huge round of applause. എന്നാൽ നരിവേട്ട സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു ഇമോഷൻ എന്താണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ ഒരുപാട് പ്രിവിലേജ്ഡ് ആയിട്ട് താമസിക്കുമ്പോൾ ഒരു ഡീപ്പർ ലെയർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഡീപ്പർ ലെയർ ഓഫ് കൺസേൺ ടു അതർ ഹ്യൂമൻ ബീങ്സ് അറൗണ്ട് us. എക്സാക്ട്ലി ആ ഒരു മെസ്സേജ് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് അവർക്കുള്ള മെമന്റോസ് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവരെ വേദിയിലുള്ളപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ മൊമെന്റ് കൂടെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ സ്റ്റേജിലെത്തി ഉപഹാരം മേടിച്ചതിൽ പ്രസാദ് ചേട്ടൻ അസലായിട്ട് പാട്ട് പാടും. അപ്പോൾ പ്രസാദ് ചേട്ടൻ്റെ പാട്ട് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്രസാദ് ചേട്ടനോട് 2 വരി പാടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അവരെല്ലാവരും ഒരുമിച്ച് സ്റ്റേജിലെത്തി നമുക്കൊരു ഗ്രൂപ്പ് പിക്ചർ തന്നെ എടുക്കാം അല്ലേ? ആഫ്റ്റർ ദാറ്റ് പ്രസാദിന്റെ പാട്ടിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. എല്ലാവരും ഫ്രണ്ടിലേക്ക് കയറുന്നോളൂ. എല്ലാവരും ഫ്രണ്ടിലേക്ക് കയറുന്നോളൂ. ഒരുപാട് സന്തോഷം കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ചിരിച്ച് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്തോളൂ. ഓക്കെ, ഇനി അവിടെ ക്യാമറയിലേക്ക് നോക്കി നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നമുക്ക് പോസ് ചെയ്യാം. യെസ്, എന്നാ ഇപ്പോൾ ഒന്ന് സൈലൻസ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല കൈഡി കൊടുത്താലോ? thunderous round of applause. ഓക്കെ, എല്ലാവരും സ്റ്റേജിലുള്ളപ്പോൾ തന്നെ പ്രസാദിന്റെ പാട്ടിലേക്ക് പോകാം അല്ലേ? റെഡിയല്ലേ? പേടിയുണ്ടോ? ടെൻഷൻ ഉണ്ടോ? ഇല്ല, ചെറുതായിട്ട് നെഞ്ചടിക്കുന്നുണ്ടോ? നെഞ്ചത്തൊക്കെ കൈവച്ച് നിൽക്കുകയാണല്ലേ? ഒരു ടെൻഷനും വേണ്ട, നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. ധൈര്യമായിട്ട് പാടിക്കോളൂ. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതുപോലൊരു അവസരം ഇനി കിട്ടാനുള്ളതെന്ന് അറിയില്ല. ഞങ്ങൾ സ്വപ്നം തന്നെയാണത്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഭാഗമായോ പറ്റി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഞാൻ അതിൽ എഴുതി പാടിയ ചെറിയൊരു വരി പാടാം. നേരം ബീലന്താ നേരം ബീലന്താ നേരം ബീലന്താ നേരം ബീലന്താ ഇങ്ങള കിനാവുന കണ്ണു ദൂരന്താ ലേലേനോ നേരം ബീലന്താ നേരം ബീലന്താ നേരം ബീലന്താ നേരം ബീലന്താ ഇങ്ങള കിനാവുന കണ്ണു ദൂരന്താ ലേലേനോ ഇങ്ങൊരുക്ക മാത്തമ പെണ്ണേ കണ്ണത്തിലെ കതിരെടുപ്പാ ഇങ്ങൊരുക്ക മാത്തമ പെണ്ണേ കണ്ണത്തിലെ കതിരെടുപ്പാ വള്ളിക്കഞ്ചി കാച്ചി കുടിച്ചു പാപ്പന പടിയെടുപ്പാ പോകണ്ട പെണ്ണേ മാത്തമ പെണ്ണേ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ. ഒരുപാട് സന്തോഷം, അഭിമാനം തോന്നുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. എല്ലാവരും ഒരു കൈയുടെയും കൂടി ഇവർക്ക് എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടു അവർ പ്രൊഡ്യൂസേഴ്സ് ആസ് വെൽ. എനിക്ക് തോന്നുന്നു ചിപ്പു സാർ ഈ ഒരു മൊമെന്റിനാണ് വെയിറ്റ് ചെയ്തത്. എപ്പോൾ സ്റ്റേജിൽ നിറങ്ങാൻ നോക്കി ഫൈനലി കഴിഞ്ഞു. അപ്പോൾ ഇനി സമാധാനമായിട്ട് ഇരിക്കാം അല്ലേ? ആ ചിരി കാണാൻ പറ്റി. ഇപ്പോഴാണ് ഒരു ക്ലിയർ ചിരി നമ്മൾ കാണുന്നത്. ഓക്കെ, സോ നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്രസാദ് ഏട്ടൻ്റെ അതിഗംഭീരമായിട്ടുള്ളൊരു പാട്ട് നമ്മൾ കേട്ടല്ലേ? ആൻഡ് കമ്മിങ് ബാക്ക് ടു നരിവേട്ട, നമുക്കറിയാം ഏതൊരു സിനിമ റിലീസാകുമ്പോഴും നമ്മൾ ഹൈറ്റ് ആവുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. മേ ബി സിനിമയിലെ ആക്ടറിൻ്റെ ഒരു ഫാക്ടർ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്, ആൻറ്റിസിപ്പേഷൻ കൂട്ടും. ഓൾസോ ഡയറക്ടർ, ഒരു പ്രോമിസിങ് ഡയറക്ടർ ആണെങ്കിൽ അതും നമുക്ക് തരുന്നൊരു പ്രോമിസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഇപ്പോൾ ചേർത്ത് വെക്കുന്ന ഒരു പേരുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നരിവേട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തിരുത്തി പറഞ്ഞ, അല്ലെങ്കിൽ എല്ലാവരും ഏറ്റവും ആവശ്യത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വേട്ട ജെയ്ക്സ് ബിജോയ് വേട്ടയായിരുന്നു എന്നുള്ളത്. ഇന്ന് നരിവേട്ടയുടെ സക്സസ് സെലിബ്രേഷൻ നമ്മൾ ആരംഭിച്ചപ്പോൾ മുതൽ ഈ ഒരു എക്സൈറ്റ്മെന്റ് എലമെന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിസ് മാജിക്. നമുക്കറിയാം ഇമോഷൻ ഒരുപാട് നമ്മളോട് സംസാരിച്ച സിനിമയാണ്. ഓരോ സീനിലും ഇമോഷൻ ആകട്ടെ, പ്രണയമാകട്ടെ, ദേഷ്യമാകട്ടെ, ഓരോ സീനിലും ആ ഇമോഷൻ എല്ലാം നമുക്ക് കണക്ട് ചെയ്തങ്ങ് പീക്ക് ലെവലിൽ എത്തിച്ച് ജെയ്ക്സ് ബിജോയ്, and I can undoubtedly call him as a magician. Undoubtedly he is a magician, bringing magic over and over through all his films. So ladies and gentlemen, are you ready to welcome Jayks Bijoy on stage? Can we have the music? Can we have some music to welcome Jayks Bijoy?
ഉള്ള ഒരു തോന്നലാണ്. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ഏത് മൂവി എടുത്താലും അല്ലേ? യെസ് സർ. സോ ഓവർ ടു യു. നരവേട്ട സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സക്സസ് സെലിബ്രേഷൻ ആണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് വുഡ് യു ലൈക്ക് ടു സേ? ജയ്ക്ക് സാർ സംസാരിക്കുന്നതിന് മുന്നേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും മൈക്കെടുത്ത് സംസാരിക്കുന്നു, നമ്മളോട് പറയുന്നു. പക്ഷേ ജയ്ക്സ് ബിജോയ് ബീയിങ് ഹിംസെൽഫ് ആസ് എ വണ്ടർഫുൾ സിംഗർ സ്റ്റേജിലുള്ളപ്പോൾ ആ വാക്കുകൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ മിന്നൽ വള രണ്ടുപേരും കേൾക്കാൻ അത് പാടാൻ എൻ്റെ ഒരു അസിസ്റ്റന്റ് നല്ല മിടുക്കനായ ഒരു പാട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ ആക്കുന്നത് when it comes from you. ഞാൻ പാടാം. അതിനൊപ്പം എനിക്ക് രണ്ടുപേരും പറയാനുണ്ട്. ഗുഡ് ഈവനിങ് എവരിവൺ. എനിക്ക് ഒന്നാമത് നമ്മൾ കമേഴ്ഷ്യൽ സിനിമകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് തോന്നിയ ഒരു സിനിമ തന്നെയാണ് ഇത് ആക്ച്വലി. അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ള അനുരാജിന്റെ ജേണിയാണ്. പണ്ട് സാലിഗ്രാമത്ത് ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി അനുരാജ് വന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. അത് യാദൃശ്ചികമായിട്ട് വന്നു ആക്ച്വലി. അതിൽ വേറെ മ്യൂസിക്കായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണല്ലോ. അത് വന്നു. അങ്ങനെ ത്രില്ലേഴ്സും മാസ് മൂവീസും ഞങ്ങൾ കൽക്കിയൊക്കെ ചെയ്യുന്ന സമയം എനിക്കൊരു ലവ് സോങ് ചെയ്യാൻ പറ്റി. കാരണം എന്നെ കൊണ്ട് അത് പറ്റില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ അങ്ങനെ നമ്മൾ ഇഷ്കില് പറയുവാൻ പറഞ്ഞ പാട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ പ്രൗഡായിട്ട് പറയട്ടെ, നരിവേട്ടന്റെ പാട്ട് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഹിറ്റ് സോങ്സ് ഓഫ് ദി ഇയർ ആയിട്ട് മാറി. മിന്നൽ വള അത് പാടാത്ത ആൾക്കാരില്ല. അതിനും അനുവിന് ഞാൻ താങ്ക് യു പറയുന്നു. കാരണം വളരെ റൈറ്റ്ഫുൾ ചോയ്സ് നമ്മൾ തിരുമേലിനെ കൊണ്ടുവരാൻ പറ്റി, കൈതപ്ര മാസ്റ്ററിനെ കൊണ്ടുവരാൻ പറ്റി. ഇറ്റ് വാസ് എൻ അമേസിംഗ് ചോയ്സ്. ഐ എം സോ ഹാപ്പി അത് നടന്നതിന്. അതുപോലെ തന്നെ ചൊവ്വയായിട്ടുള്ള എൻ്റെ ഈ ജേണി അതെന്താ പറയാ, ഒരു ലക്കി ചാം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാൻ. ലോക കഴിഞ്ഞു, ഇപ്പൊ പള്ളിച്ചട്ടമ്പി, ഫ്യൂ അതർ പ്രോജക്ട്സ് ഓൺ ദ ലൈൻ. ടൊവി, ഇറ്റ്സ് എ പ്ലഷർ. എനിക്ക് സന്തോഷം മാത്രം ടൊവി. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ പടത്തിലെ നായകൻ ഇവിടെ ഇരിപ്പുണ്ട്. ഏഞ്ചൽസ് എന്ന എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഒരു ഡൗട്ടും ഇല്ലാതെ, പണ്ട് മലയാളി എന്ന് പറഞ്ഞ ആൽബം ചെയ്ത സമയത്ത് രാജു എൻ്റെ ഒരു മിന്നൽ അഴകി എന്ന് പറഞ്ഞ പാട്ടിൽ രാജു ഉണ്ടായിരുന്നു. പക്ഷെ ഏഞ്ചൽസിലൂടെയാണ് എനിക്ക് ഫസ്റ്റ് ഒരു ബ്രേക്ക് വന്നത്. അത് ഇന്ദ്രേട്ടൻ അതിൽ പാടിയിട്ടുണ്ടെന്ന് പറയുന്ന ഗംഭീര ഒരു സോങ് തന്നെ പാടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ടൻ. പ്ലഷർ. പിന്നെ ഈ പടത്തിൽ എനിക്ക് വേറെ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് കേട്ടോ. കാരണം ത്രൂ ഔട്ട് ദ ജേർണി വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ ഇപ്പൊ ശ്രീധരനെ കൊണ്ടുവരണോ അല്ലെ ഏത് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനോ ആ ഒരു അത്യാവശ്യം നിങ്ങൾക്കറിയാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സിംഗറാണ്. ആൻഡ് നമ്മളിപ്പോൾ പല ഓപ്ഷൻസ് ട്രൈ ചെയ്തു. ബട്ട് എനിക്കെന്തോ ഈ ഒരു പാട്ടിന് സിഡ് വന്നാൽ കറക്റ്റായിരുന്നു. പുളുകുന്നിൽ ഒരു പാട്ടാണ്, നോട്ട് ദി ഓബിയസ് ചോയ്സ്. പക്ഷെ എന്നാലും സിഡ് വന്നാൽ, അത് കൈതപ്രസാദിന്റെ ലിറിക്സിൽ ഇങ്ങനെ ഒരു പാട്ട് വന്നാൽ ഒരു ഭയങ്കര എക്സ്പെരിമെന്റ് ആയിരുന്നു. ചിലപ്പോൾ പാളിയാൽ അത്രയും പൈസയും പോകും. പക്ഷെ എന്നാലും ആ ഒരു റിസ്ക് ടിപ്പും ഷിയാസൊക്കെ എടുത്തു. താങ്ക് യു സോ മച്ച്. അതിന്റെ റിസൾട്ട് വന്നു. പിന്നെ രാവും പകലില്ലാതെ നമ്മുടെ വർക്ക് ചെയ്ത മ്യൂസീഷ്യൻസ് ആണ് സ്റ്റുഡിയോയിലുള്ള അവരെല്ലാവരും ഞാൻ ഈ അവസരത്തിൽ വാക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഡോൺ, പിന്നെ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ടീമിലെ എല്ലാവരും ഉണ്ട്. മിഥുൻ എഞ്ചിനീയർ, പിന്നെ ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്ന അൻവറിക്ക ഞങ്ങളുടെ കൂടെ സ്റ്റുഡിയോയിൽ ആറാറിന്റെ സമയത്ത് 2 ദിവസം ത്രൂ ഔട്ട് സ്റ്റുഡിയോയിൽ അവിടെ ഇരിക്കുകയാണ്. കാരണം ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളാണ്.